രോഗങ്ങളുള്ള സമയത്ത് വളപ്രയോഗം ചെയ്യാതിരിക്കുക. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗം കൂടുതലായിട്ട് മൂർച്ഛിക്കുകയും അതുപോലെ തന്നെ വാഴയ്ക്ക് കൂടുതലായിട്ടുള്ള ക്ഷീണം സംഭവിക്കുകയും ചെയ്യും. അന്നേരം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം രോഗത്തിനുള്ള മരുന്ന് ചെയ്യുക, എന്നതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കടക്കുക. ഇന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വളങ്ങൾ 18-9-18 അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസുമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കൂടുതലായിട്ടുള്ള വളപ്രയോഗത്തിലോട്ട് കടക്കേണ്ടത്. ഇതിനുശേഷം നമ്മൾ ചെയ്യുന്ന വളപ്രയോഗം മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു കോംബോയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ള വരുന്ന ടൈമിൽ നമുക്ക് കായകളുടെ എണ്ണം നല്ലപോലെ കൂടുതലുണ്ടാകും, അതുപോലെ നല്ല തൂക്കത്തിലോട്ട് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആദ്യത്തെ 4 മാസ കാലയളവിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അളവ് നല്ല രീതിയിൽ വാഴകൾക്ക് കൊടുക്കുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന കൃഷിഭൂമി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് വളരെ അധികമായിരിക്കും. അതിനെ പരിഹരിക്കാനായിട്ടാണ് നമ്മൾ വളങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ